ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂർണ്ണചന്ദ്രനിൽ ആ കുട്ടി മോന്റെ മുഖം കണ്ട് പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ അവളുടെ മുഖം മോനും കാണാൻ പറ്റും. അത് കാണുമ്പോ മോൻ അവളെ പ്രണയിച്ചു തുടങ്ങും. വളരെ സന്തോഷത്തോടെ എന്റെ ആങ്ങളയുടെ മോളുടെ ഓഫീസിലേക്ക് കയറി വന്നതാ ഞാൻ. എന്റെ നന്മകളൊക്കെ ഒന്ന് കാണാൻ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്ന് എന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. ആ അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടോ. പാടോ. ഓ പോട്ടെ. തിരക്ക് തിരക്ക് വലഞ്ഞു. ഈ ജഗന്നാഥനങ്ങളെ ഇവരെവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുക? ചേട്ടാ, ഒരു ചായ വേണം. തരാലോ. മധുരം ഇടാവോ? ആ ഇടാ. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഷുഗറാ, അതുകൊണ്ട് ചോദിച്ചതാ. ശരിയെന്ന്. ആ സാറേ, കയ്യിൽ കാശില്ലാത്തോണ്ട് ചോദിക്കുന്നതാ. എനിക്കൊരു ചായയും കടിയും വാങ്ങിത്തരുവോ? അതിനെന്താ, ആവശ്യമുള്ളത് ചേട്ടൻ വാങ്ങിക്കഴിച്ചോ. ചേട്ടൻ വാ. ചേട്ടാ, ഇദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്ന് വെച്ചാ അത് കൊടുത്തോളൂ. ശാസ്ത്രിക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? 2 ദോശയും ചമ്മന്തിയും മതി. ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാം. കാശിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. എനിക്കിത് മാത്രം മതി. ശരി, ഇപ്പൊ എടുക്കാം. ചേട്ടാ, ദേ ഫോട്ടോയിൽ കാണുന്ന ഈ ആളിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നോക്കട്ടെ. ഇയാളെ ഞാനും കണ്ടതായിട്ട് ഓർമ്മയില്ല. ശാസ്ത്രികളെ, മനക്കണ്ടുകൊണ്ടൊന്ന് പരിധി നോക്കിയേ. വലിയ ജ്ഞാനിയാ, ജ്യോതിഷമൊക്കെ അറിയാം. പക്ഷെ അതൊന്നും കച്ചവടമൊക്കെ അറിയില്ല. ദാരിദ്ര്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആള് വളരെ പ്രശസ്തനാ. ഞാൻ പ്രശസ്തനൊന്നുമല്ല. ഒരു യാചകനാ, ഒരു പാവം യാചകൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഏതോ ഒരു തടവറയില്ല. അതെവിടെയാണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പറയുന്നത് എന്റെ കൺസെപ്റ്റ് വെച്ച് ശരിയാണല്ലോ. മനസ്സലിവുള്ള ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഒരു ചായ എനിക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചത്. കുഞ്ഞെന്നോട് ദയവ് കാട്ടി. പകരം അല്പ സ്നേഹമെങ്കിലും മോന് ഞാനങ്ങോട്ട് തരണ്ടേ? വേണം. ഞാൻ മോന്റെ മുഖം കണ്ടു. മനസ്സിന്റെ കണ്ണാടി തന്നെയാണ് മുഖം. മനസ്സിലുള്ളത് ചിലത് ഞാൻ മോനോട് പറയട്ടെ? പറഞ്ഞോളൂ. മോൻ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അതായത് തിരയും തീരവും തമ്മിലുള്ള മത്സരം. രണ്ടും പ്രണയം തന്നെയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ മോൻ കല്യാണം കഴിച്ചു. പക്ഷേ
അവളോട് മോന് പ്രണയം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രണയം ഉണ്ടായപ്പോ അത് പറയാനും സാധിക്കുന്നില്ല. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. പൂർണ്ണചന്ദ്രനിൽ മോന്റെ മുഖം കണ്ട് മോനെ പ്രണയിച്ച പെൺകുട്ടിയെ മോൻ ഒരിക്കലും നിരസിക്കരുത്. ദൈവകോപം ഉണ്ടാവും. പൂർണ്ണചന്ദ്രനില് എന്റെ മുഖം കണ്ട പെൺകുട്ടിയോ? ആ, അതാരാ? ആ പെൺകുട്ടിയെയാ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവളാണ് മോന്റെ ഭാര്യ. അതൊരു ദേവതയാണ്, രാജകുമാരിയാണ്. ആ കുട്ടിയാണ് മോന്റെ ഐശ്വര്യം. അവളൊരു വിളക്കാണ്. വരണമാല്യം ദൈവത്തിന്റെ വരദാനമാണ്. എല്ലാ വിവാഹങ്ങളും ദൈവ തീരുമാനങ്ങളുമാണ്. നിങ്ങളെ ഒരുമിപ്പിച്ച ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചില പദ്ധതികളുമുണ്ട്. മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന മോന്റെ അടുത്തേക്ക് എന്നെ അയച്ചത് ദൈവമാണ്. ഒരു ദേവദൂതാണ് ഞാൻ മോന് നൽകിയത്. പൂർണ്ണചന്ദ്രനിൽ ആ കുട്ടി മോന്റെ മുഖം കണ്ട് പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ അവളുടെ മുഖം മോനും കാണാൻ പറ്റും. അത് കാണുമ്പോ മോൻ അവളെ പ്രണയിച്ചു തുടങ്ങും. അങ്ങനെ മനസ്സിനുള്ളിലെ പ്രണയത്തെ ആ കുട്ടിക്ക് നൽകൂ. ഈശ്വരൻ രണ്ടുപേരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നതിന് അങ്ങേക്ക് നന്ദി. വേണ്ട, വിശപ്പിന് ആഹാരം വാങ്ങി തന്നതിന് നന്ദി ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ? പൂർണ്ണചന്ദ്രനിൽ മോന്റെ മുഖം കണ്ട് മോനെ പ്രണയിച്ച പെൺകുട്ടിയെ മോൻ ഒരിക്കലും നിരസിക്കരുത്. പൂർണ്ണചന്ദ്രനിൽ ആ കുട്ടി മോന്റെ മുഖം കണ്ട് പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ അവളുടെ മുഖം മോനും കാണാൻ പറ്റും. അത് കാണുമ്പോ മോൻ അവളെ പ്രണയിച്ചു തുടങ്ങും. അങ്ങനെ മനസ്സിനുള്ളിലെ പ്രണയത്തെ ആ കുട്ടിക്ക് നൽകൂ. ഈശ്വരൻ രണ്ടുപേരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഋതിക മേഡത്തോട് അടുത്തത് മേഡത്തോടുള്ള എന്റെ കരുതലല്ലായിരുന്നോ? ഒരു ബോഡി ഗാർഡിന്റെ കരുതൽ, അതോ അതിൽ പ്രണയം ഉണ്ടായിരുന്നോ? അകലെ